എനിക്കറിയോ അങ്ങേര് പറഞ്ഞപ്പോ തന്നെ ജോലി നിർത്തുന്നു. കേൾക്കാൻ കാത്തിരിക്കണേന്ന് കള്ളൻ. എന്റെ ഗ്രാൻഡ് പാനെ കള്ളന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. അയ്യോ ഗ്രാൻഡ് പാന ഇന്ന് ചോക്ലേറ്റ് ഒന്നും കിട്ടില്ല, പുള്ളി ജോലിയൊക്കെ നിർത്തി. എന്നാ ആശം വിളിച്ചോ. വിളിക്കും, എല്ലാത്തിനും നീ അവനെ തന്നെ വിളിക്കും. സ്വന്തം മോനല്ലേ? എടി, പിള്ളേര് വലുതാവുന്നവരെ പിള്ളേര് അച്ഛനമ്മമാരെ പറ്റി ജീവിക്കും. പിള്ളേര് വലുതായി കഴിഞ്ഞാൽ അച്ഛനമ്മമാര് പിള്ളേരെ പറ്റി ജീവിക്കും. ഇത് നാട്ടുകിടപ്പാണ്. നാട്ടു നടപ്പ് എന്റെ ഐഡിയ ആയി പോയി. ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. എന്തിയേ, നിനക്ക് ജോലി നിർത്തണോ? അങ്ങനെ ഞാൻ ജോലി നിർത്തി. 1 ലക്ഷം ശമ്പളമുള്ള ജോലി നിർത്തിയാ? നമുക്ക് സമാധാനമല്ല ഏട്ടാ വലുത്. സമാധാനമുണ്ട്, നല്ല സമാധാനമുണ്ട്. ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ എൻ്റെ ഡാർലിംഗ്. ഞാൻ പോയിട്ട് കറിയെത്തുമ്പോ ഇങ്ങനെ കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. എന്തെങ്കിലും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ പിടിക്കണം. മോനെ വിഷ്ണു, ചായ എടുക്കട്ടാ. ഇനി മുതലേ എനിക്ക് ഏട്ടൻ്റെ കറികൾ മാത്രമേ നോക്കിയാൻ ജീവിക്കാൻ. അയ്യോ ഏട്ടൻ്റെ തലക്കറി എന്തായോ, ഞാൻ നോക്കിട്ട് വരട്ടെ. അപ്പൊ ഇനി എന്തെങ്കിലും കിട്ടണമെങ്കിൽ അച്ഛൻ തന്നെ ശരണം. ഈ വീടിന്റെ ചുമതല മൊത്തം എന്റെ തോളിലാണ്. മോനെ, ഇത് അച്ഛൻ്റെ ഇത്രനാളത്തെ സേവിങ്സാ. സേവിങ്സാ? ഇനി ഇത് മൊത്തം മോനാ. 1500 എങ്കിലും കാണും. എന്താ പേപ്പർ? അത് ഞാൻ കുറച്ച് പേർക്ക് പൈസ കൊടുക്കാനുള്ള ലിസ്റ്റാണ്. ഒന്ന് സെറ്റിൽ ചെയ്തേക്കട്ടെ. ഇന്ന് വൈകുന്നേരം മേടിച്ചു തരാനുള്ള ലിസ്റ്റാണിത്. അതൊക്കെ തന്നെ ഇത് മേടിച്ചാൽ മതി. ആരും എൻ്റെ ഏട്ടനെ അങ്ങനെ യൂസ് ചെയ്യണ്ട. എനിക്ക് വേണ്ടതൊക്കെ ആ ലിസ്റ്റിന്റെ ബാക്കിൽ ഉണ്ടച്ചാ. ചേട്ടാ ഇന്ന് എല്ലാം എടുക്കാന്ന് പറഞ്ഞായിരുന്നു. ആ കറക്റ്റ് സമയത്ത് ചേട്ടൻ വന്നേ. എനിക്ക് കാശൊക്കെ എവിടെ കൊണ്ട് വെക്കൂന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. കാശ് പുറത്ത് വെച്ച് മതിയാ, അല്ല അകത്ത് വെച്ചോ? അകത്ത് മതി ചേട്ടാ.